ചേച്ചി ചക്ക നല്ല മണം വരാൻ തുടങ്ങി. നമുക്ക് ചക്ക വെട്ടി കഴിച്ചാലോ? ശരിയാ, 2-3 ചക്ക ഉണ്ട്. എന്നാ വരട്ട. അതെ. കയ്യില് ഇതാക്ക്, എണ്ണയാക്ക്, അല്ലെങ്കിൽ നിന്റെ കയ്യിലൊക്കെ ആവും. നല്ല ചക്കയാണ്. ചക്കയിലെ ഉള്ളിലേക്കൊന്നും വെള്ളം ഇറങ്ങിയിട്ടൊന്നുമില്ല. മഴക്കാലമായാലും നല്ല മധുരമുണ്ട്. പിന്നെ കുരുവേ നല്ല കഴുകിയിട്ട് പ്ലാസ്റ്റിക് കൊറയില് കെട്ടിയിട്ട് വെക്കുക, ഫ്രിഡ്ജിൽ വെക്കുക. എന്നാ ചക്ക ഇല്ലാത്ത കുരു കൂട്ടാൻ വെക്കാനും ചക്കക്കുരു കൊണ്ട് ഷേക്ക് ഉണ്ടാക്കാം, വട ഉണ്ടാക്കാം, ചക്കക്കുരു കൊണ്ട് കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കാം. വട ഉണ്ടാക്കാൻ പറ്റും ചക്കക്കുരു കൊണ്ട്. ചക്ക ഇല്ലാത്ത കാലത്തെ അമ്മ ഇതും കൂടി എടുക്കണോ? വേണച്ചെടുത്തോ. തീർത്തേക്ക് വേണ നീ എടുക്കാം. ഒരു മിനിറ്റ് കയ്യിലാവും. ഇനി ചക്കപ്പ ഉണ്ടാക്കിയാലോ നമുക്ക്? വേണോ? ചക്ക വരട്ട. ഓ, മൈദ ഉണ്ടെങ്കി ഇല്ലേ ചക്കക്കുരു കളഞ്ഞിട്ട് ഉണ്ടാക്കായിരുന്നു അല്ലേ? മൈദ ഉണ്ടെങ്കി മൈദപ്പൊടി ചക്ക ആദ്യം ചുള പറിക്കുക, പിന്നെ കുറച്ച് മൈദപ്പൊടി കലക്കുക, എന്നിട്ട് ചുള മൈദപ്പൊടിയിൽ മുക്കിയിട്ട് എണ്ണയിൽ വറുത്ത് കോരുക. ഞാൻ കഴിച്ചിട്ടില്ല, അങ്ങനെ ഫോണിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തരും ഇങ്ങനെ ചെയ്തിട്ട്. പിന്നെ ചക്ക വരട്ടിയിട്ട് ആ ഒരു സ്പൂണ് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. ഉണ്ണിയപ്പം വീട്ടിൽ നിന്ന് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി എന്ത് ഞങ്ങള് അങ്ങനെ അത്രയും ടേസ്റ്റ്. അതെ, ഉണ്ണിയപ്പത്തിലൊന്നും അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കിയില്ല. അന്ന് പാഞ്ഞാളിന്ന് ദിവയുടെ അമ്മ വരുമ്പോ കൊണ്ടുവന്നിട്ടാ കഴിച്ചത്. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. അതെ, നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയാലോ? ആദ്യം ചക്ക വരട്ടണം. നല്ല പണിയാണ്. അറിയിച്ച ഉണ്ടാക്കിക്കോളിയും പണിയെടുക്കാൻ വയ്യ. വരട്ടി കഴിഞ്ഞ് വരട്ടിയിട്ട് എടുത്ത് വെച്ച് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അപ്പം ഉണ്ടാക്കൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. മതിയോ? വേണ്ട.